അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിലെ ചില പ്രശ്നങ്ങളാണ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സർ, കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിൽ വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം അറിയിക്കുന്നു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുദിനം വർദ്ധിച്ചു വരികയാണ്. DTPCയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം 28,79,571. അതിൽ 15,25,722 പേർ വാഗമണിൽ എത്തിയ വിനോദസഞ്ചാരികളാണ്. വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി വിനോദസഞ്ചാരികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. 15 വർഷമായി തകർന്നു കിടന്ന ഈരാറ്റുപേട്ട പീരുമേട് വാഗമൺ റോഡ് അങ്ങ് മുൻകൈയെടുത്താണ് BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയത്. എന്നാൽ ബാക്കി വരുന്ന വാഗമൺ, ബോനാമി, ടൈഫോയ്ഡ്, മേമല, പള്ളിക്കുന്ന്, പീരുമേട് റോഡ് വീതി കൂട്ടി BMBC നിലവാരത്തിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ ട്രാഫിക് മൂലം വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികൾ 4 മണിക്കൂർ വരെ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ആയതിനാൽ വാഗമൺ ടൗൺ വികസനം, വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തൽ, ടോയ്ലറ്റ് കോംപ്ലക്സുകളുടെ നിർമ്മാണം, റോഡുകൾ 2 വരി പാതയാക്കൽ എന്നിവയ്ക്ക് സമഗ്രമായ ഒരു പാക്കേജ് നടപ്പിലാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രി. സർ, രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി വാഗമൺ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. വാഗമണിലെ വിനോദസഞ്ചാര വികസനത്തിന് വൈവിധ്യമാർന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ പറഞ്ഞു, അത് വലിയ മാറ്റം ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുണ്ടാക്കി. പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരികയാണ്. സൗകര്യങ്ങൾ അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അഡ്വഞ്ചർ പാർക്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകി. ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്നു. മറ്റ് പ്രയാസങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു പോകാനാണ് പൊതുവെ ആലോചിക്കുന്നത്. അവിടെ അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ പ്രത്യേകം ചുമതലപ്പെടുത്തി. ഇവിടെ ചൂണ്ടിക്കാട്ടിയ തിരക്കിനനുസരിച്ച് പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യത്തോടും വളരെ പോസിറ്റീവായ സമീപനമാണുള്ളത്. വാഗമൺ പീരുമേട് റോഡിൻ്റെ ഒരു ഭാഗമാണ് PWDക്ക് കയ്യിലുള്ളത്, മറ്റേത് വേറെ വകുപ്പാണ്. വാഗമണിലേക്കുള്ള റോഡുകളുടെ വികസനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാകുമോ എന്ന പരിശോധന കൂടി ബഹുമാനപ്പെട്ട MLA ശ്രീ വാഴൂർ സോമൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുമെന്ന് സഭയെ ഞാൻ അറിയിക്കുന്നു.